നമസ്കാരം. ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ 8ാമത്തെ ദിവസമാണ് മോട്ടിവേഷൻ്റെ. അപ്പോൾ 7 ദിവസം എല്ലാവരും നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോട്ടിവേഷൻ കൃത്യമായി കേട്ടിട്ടുണ്ട്. ഈ മോട്ടിവേഷൻ പ്രത്യേകത നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിനും അത് പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ വരുന്ന എല്ലാ ആളുകളെയും നിർബന്ധമായി ഒരു 10 ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ് നിങ്ങൾ നിർബന്ധമായി കേൾപ്പിക്കാറ്. കാരണം എക്സസൈസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വയം അറിയാനും എക്സസൈസിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സ്വയം തിരിച്ചറിയാനും വേണ്ടിയിട്ടുള്ളൊരു ക്ലാസ് കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന ഏറ്റവും നല്ല തീരുമാനമാണ് ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ളത്. മിക്ക ആളുകളും പേയ്മെൻറ്റ് ലഭിച്ച ഉടനെ തന്നെ 6 ക്ലാസ് പങ്കെടുത്തു. 8ാമത്തെ ക്ലാസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചർച്ചാ വിഷയം എന്നുള്ളത് എന്താണ്? തടി കൂടുക എന്നുള്ളതാണ്. മിക്ക ആളുടെയും പ്രശ്നം തന്നെ തടി. അതായത് ഇതിൽ പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്, പിന്നെ വളരെ ചെറുപ്പക്കാരായ പുരുഷന്മാരും സ്ത്രീകളും അവരും 2-3 രീതിയിൽ ആളുകൾ ഇതിൽ ഉണ്ട്. അപ്പോൾ എല്ലാവരും പ്രശ്നം തടി കൂടുക എന്നതാണ്. ഇന്ന് ഇപ്പോൾ ഏകദേശം 7 ദിവസം ക്ലാസ്സിൽ കയറപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കണം ഏതൊരാൾക്കും സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഏത് ബിഗിനേഴ്സിനും തുടങ്ങാൻ പറ്റുന്ന എക്സസൈസ് ആണെന്നുള്ള മനസ്സിലായിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല 7 ദിവസം പോലെ തന്നെ നിങ്ങൾക്ക് ഒരു ശരീരത്തിന് ചെറിയൊരു അളവ്, ഒരു അളവ് ലൂസ് ചെയ്യുക. ടോട്ടൽ ഒരു ഫ്രീ ലൂസ് ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ വന്നിട്ടായിരിക്കാം. ഒരു ടോട്ടൽ എവിടെയൊക്കെ ഒരു അളവുണ്ട്, എന്തൊക്കെ എവിടെയൊക്കെ ഒരു സുഖം, ബോഡിക്ക് ഒരു സുഖമുണ്ട്. ഇപ്പോൾ 7 ദിവസം കൊണ്ട് മിക്ക ആളുടെയും ഉറക്കം ഏകദേശം പാറ്റേൺ റെഡിയായി തുടങ്ങിയിട്ടുണ്ടാകും. ഉറക്കം ഞാൻ പറഞ്ഞ രീതിയിലേക്ക് ആയി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. കാരണം മിക്ക ആളുകളും രാത്രി ഉറങ്ങാൻ കിടന്ന് ഉറക്കം വരാത്ത ആളുകളുണ്ടായിരിക്കും. പക്ഷേ 7 ദിവസം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഉറക്കം കൃത്യമായി കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ശരീരത്തിൻ്റെ മേൽവേദനകളൊക്കെ ഏകദേശം മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏകദേശം ഫുഡൊക്കെ നമ്മൾ പറഞ്ഞ പോലെ രീതിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ നിർബന്ധമായിട്ടും പഞ്ചസാര ഇപ്പോൾ 7 ദിവസമായി. ഇനി ഒരു 7 ദിവസത്തിനുള്ളിൽ പഞ്ചസാര നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം പഞ്ചസാര പെട്ടെന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അതൊരു ചെറിയൊരു ഒരു അഡിക്ഷൻ വസ്തു ആയതുകൊണ്ട് ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടാം. എന്നിരുന്നാലും ഇനി 7 ദിവസം കഴിഞ്ഞു. ഇനി അടുത്ത 7 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ ഈ 14-15 ദിവസത്തിനുള്ള നിർബന്ധമായും എല്ലാവരും പഞ്ചസാര എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റേണ്ടതുണ്ട്. പഞ്ചസാര എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര മാത്രമല്ല, പഞ്ചസാര, ബേക്കറി വസ്തുക്കൾ, കൊക്കക്കോള, പെപ്സി പോലത്തെ പാനീയങ്ങൾ, അതുപോലത്തെ ടിന്നിലടച്ച ജ്യൂസുകൾ, അതുപോലെ തന്നെ മധുരം അടങ്ങിയിട്ടുള്ള ബിസ്ക്കറ്റുകൾ, എല്ലാ കാര്യങ്ങളും പഞ്ചസാര എന്ന കൺസെപ്റ്റ് ഉൾപ്പെടുന്നതാണ്. പിന്നെ ഐസ്ക്രീം, അതൊക്കെ നിർബന്ധമായിട്ട് ഒഴിവാക്കേണ്ടതാണ്. പിന്നെ നമ്മളെ ഭക്ഷണ രീതി നിർബന്ധമായിട്ടും നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് തന്നെ മാറേണ്ടതുണ്ട്. ആദ്യത്തെ ഈ ഒരു മാസം രാവിലെ പാകത്തിന്, ഉച്ചക്ക് പാകത്തിന്, വൈകുന്നേരം ഓരോരുത്തരും കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ആ രീതിയിൽ നിർബന്ധമായും മാറേണ്ടതുണ്ട്. പിന്നെ നമ്മൾ 5 നേരത്തെ ഭക്ഷണം മാറ്റിയിട്ട് നമ്മളൊരു 3 നേരം എന്നൊരു പാറ്റേണിലേക്ക് മാറ്റണം. പിന്നെ കല്യാണത്തിനോ സൽക്കാരത്തിനോ നമുക്ക് പങ്കെടുക്കേണ്ടി വരും. അത് നമ്മുടെ ഏത് മതസ്ഥരാണ്, നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. പങ്കെടുക്കേണ്ടി വരും. പങ്കെടുക്കുന്ന സമയം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഭക്ഷണം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിക്കുക. ഏറ്റവും നല്ല ഇപ്പോൾ ചിക്കൻ ബിരിയാണി കഴിക്കുകയാണെങ്കിൽ ബിരിയാണി റൈസ് കുറവായി ചെയ്തിട്ട് ചിക്കൻ കഴിക്കുന്ന രീതിയിലേക്ക് മാറുക. അങ്ങനെ നമ്മൾ കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞു തരുന്ന രീതിയിലേക്ക് ആ ഭക്ഷണ രീതികൾ മാറ്റേണ്ടതുണ്ട്. പിന്നെ നമ്മുടെ ഈ പ്രസവാനന്തര ഭക്ഷണ രീതികളുണ്ട്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞു. പ്രസവാനന്തര ഭക്ഷണ രീതി, പ്രസവാനന്തര ഭക്ഷണ രീതി കാരണത്താലാണ് കേരളത്തിലെ ഒരു 75% സ്ത്രീകളും പൊണ്ണത്തടിയിലേക്ക് മാറിയിട്ടുള്ളത്. അത് മാറിക്കൊണ്ടിരിക്കുന്നത്. അത് നിർബന്ധമായി നമ്മൾ മാറ്റേണ്ടത് ഈ പ്രസവാനന്തര ഭക്ഷണ രീതി എന്നുള്ള സംവിധാനം നിർബന്ധമായിട്ട് മാറ്റുക. അത് നമ്മളൊരു കൾച്ചർ, ഒരു ബാഡ് ഒരു സംവിധാനം. നമ്മുടെ രീതി എന്താ വെച്ചാൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളും ചെയ്യുക. അങ്ങനത്തെ രീതിയാണ് നമ്മുടെ പൊതുനാട് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വീട് നിർമ്മാണമാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും വീട് വെക്കും. ഇപ്പോൾ വാഹനം വാങ്ങണം, എല്ലാവരും വാങ്ങുന്ന പോലെ നമ്മളും വാഹനം. നമുക്ക് നമ്മളതായ ഒരു പ്രത്യേകത വേണ്ടതുണ്ട്. നല്ല ഒരു നന്മ നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ ഭാഗമാണ് പ്രസവാനന്തര ഭക്ഷണ രീതി എന്ന കൺസെപ്റ്റ് മാറ്റുക. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ ഭക്ഷണം കഴിക്കുക? ഭക്ഷണം കഴിക്കണമൊന്നുമില്ല. നിങ്ങൾ ഗർഭിണി ആകുന്നതിന് മുമ്പ് എന്താണോ കഴിച്ചത് ആ ഭക്ഷണ രീതിനെ കഴിക്കുന്ന രീതിയിലേക്ക് മാറാം. പിന്നെ റെസ്റ്റ് നിർബന്ധമായിട്ടും ആവശ്യമാണ്. പ്രസവിച്ച് ആദ്യത്തെ 1 മാസം കഴിഞ്ഞാൽ തന്നെ ചെറിയ രീതിയിൽ എക്സസൈസുകൾ തുടങ്ങാം. ഒരു 3 മാസം, നോർമൽ പ്രസവമാണെങ്കിൽ 3 മാസം കഴിഞ്ഞ് എക്സസൈസ് തുടങ്ങാം. സിസേറിയൻ ആണെങ്കിൽ 4-5 മാസം കഴിഞ്ഞ് എല്ലാ രീതി എക്സസൈസിലും മാറുന്നത് യാതൊരു കുഴപ്പവും ഇല്ല. പിന്നെ ചെയ്യേണ്ടത് പ്രസവാനന്തര ബെൽറ്റുകൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതുണ്ട്. സ്ത്രീകളെ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഏത് സ്ത്രീകളാണെങ്കിലും 1-2 ഏത് സ്ത്രീകളാണെങ്കിലും ആദ്യത്തെ പ്രസവത്തിന് കുറേശ്ശെ വയറ് തൂങ്ങും. കാരണം പ്രസവത്തിൻ്റെ അവസാന ഘട്ടത്തിൽ, ഈ ഗർഭാവസ്ഥയുടെ അവസാന ഘട്ടത്തിൽ വലിയൊരു കുട്ടിയും അതിൽ അമ്നിയോട്ടിക് ഫ്ലൂയിഡൊക്കെ പെടാകുമ്പോൾ വയറ് നല്ല സൈസ് ഉണ്ടായിരിക്കാം. അപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ വയറൊന്നും ചുരുങ്ങാൻ സമയമെടുക്കും. അപ്പോൾ അത് ചുരുങ്ങുന്ന സമയത്ത് കൃത്യമായിട്ട് ബെൽറ്റ് ഉപയോഗിക്കേണ്ടതുണ്ട്.
ബെൽറ്റ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 5-6 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് ബെൽറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങളെ ചാടിയ വയറ് ഒരു പരിധി വരെ അത് എന്ത് ചെയ്യുക ഒന്ന് ഒതുങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ബെൽറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് റെക്കോർഡ് ചാപ്റ്ററിൽ എങ്ങനെ ബെൽറ്റ് ഉപയോഗിക്കണമെന്നുള്ള കൃത്യമായിട്ട് ഒരു വലിയൊരു ചാപ്റ്റർ തന്നെ 4-5 ലെസൺസിലൊരു ചാപ്റ്റർ തന്നെ അതിൻ്റെ ആ ചാപ്റ്റർ കൃത്യമായിട്ട് എല്ലാവരും കേട്ടതിന് ശേഷം എന്ത് ചെയ്യുക അതിൻ്റെ രീതികൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ ചിലരുടെ ഓവർ ഫുഡിങ്, നമ്മളെന്നും പറയണം ഒരു കാരണവശാലും ഓവർ ഫുഡ് കഴിക്കരുത്. ഓവർ ഫുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അമിത ഭക്ഷണം കഴിക്കരുത്. നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതി എത്രത്തോളമാണ്, അത് അമിത ഭക്ഷണമാണോ അല്ലേ എന്നൊരു കൃത്യത നമുക്ക് ഓരോരുത്തർ തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ ഓവർ ഫുഡിങ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റുക. അതൊരു ബാഡ് ഹാബിറ്റാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അത് ഈ പൊതുവെ ചില ആൾക്കുണ്ടാവും എന്ത് കണ്ടാലും വലിച്ചു വാരി കഴിക്കുക. അതൊരു ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ മാറ്റേണ്ടതുണ്ട്. ചില അമ്മമാരെന്ത് ചെയ്യുന്നു, അമ്മമാർ ഓരോ മക്കൾക്ക് ഓരോ സമയം ഭക്ഷണം കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ബാക്കിയും കഴിച്ച് പിന്നെ അമ്മമാർ സെപ്പറേറ്റ് ഭക്ഷണം കഴിക്കാൻ ഇരിക്കും. അങ്ങനെ അമ്മമാരും ഓവർ ഫുഡിങ് രീതിയിൽ അമ്മമാർ നീങ്ങുന്നുണ്ട്. അപ്പോൾ ഓവർ ഫുഡിങ് നിയന്ത്രിക്കുക. പിന്നെ മറ്റു ചില അമ്മമാർ കാണുന്ന ഒരു ബിഹേവിയർ, ചില അമ്മമാർ ഒരു ദിവസം ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, വളരെ കുറച്ച് കഴിക്കാറുള്ളൂ, ഞാൻ എക്സസൈസും ചെയ്യാറുണ്ട്, പക്ഷെ തടിക്കുക. പക്ഷെ ആ അമ്മമാർക്ക് വേറെ ഹാബിറ്റ് ഉണ്ടായിരിക്കണം. കുറേശ്ശെ അങ്ങനെ കഴിക്കും, അങ്ങനെ ഇടയ്ക്കിലേക്ക് കാണുമ്പോൾ ഇങ്ങനെ കഴിക്കും, ഇടയ്ക്ക് കഴിക്കും. ഈ കുറേശ്ശെ കഴിക്കുമ്പോൾ അത് 24 മണിക്കൂറൊക്കെ ചിലപ്പോൾ 1-2 തവണ ഫുഡ് കഴിക്കുന്നത് അധികം കഴിക്കുന്നുണ്ടാവും. ഇതൊരു ബാഡ് ഹാബിറ്റാണ്. ആ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്ന രീതിയിൽ അത് ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ചില വീടുകളിലൊക്കെ സ്നാക്സ് വല്ലാതെ എന്ത് ചെയ്യും, വലിയ പാത്രത്തിൽ കൊണ്ടുവന്ന് വെക്കും. ഇതെന്ത് ചെയ്യും, ഒഴിവ് സമയത്ത് നമ്മൾ അറിയാതെ ഒരു ഒരു പ്രത്യേക സൈക്കോളജിക്കൽ ഫീലിംഗ് ആണ്. അറിയാതെ നമ്മൾ സ്നാക്സ് എടുത്ത് അങ്ങനെ കഴിക്കും, TV കാണുമ്പോഴൊക്കെ കഴിക്കും. ആ ഹാബിറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായി നിർത്തുക. ഈ സ്നാക്സ് അധികം വലിച്ചു വാരി വീട്ടിൽ കൊണ്ടുവരുന്ന ഹാബിറ്റ് ശീലം നിർത്തുക. കാരണം നമ്മളെപ്പോലെ നമ്മളും തടിച്ചു, ഈ മക്കൾ പോലും തടിക്കാൻ സാധ്യത കൂടുതൽ. അപ്പം എന്ത് ചെയ്യാം, അനാവശ്യ സ്നാക്സ് ഒന്ന് ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ മറ്റുള്ള കൺസെപ്റ്റ് എന്താ വെച്ചാൽ മടി. എക്സസൈസാണ് മടി. എക്സസൈസ് നമ്മൾ പറയാറുണ്ട്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മളതിൽ മാറ്റുക മൈൻഡ് സെറ്റ് മാറ്റണം. ഈ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ മനസ്സിനെ അതിന് മൈൻഡ് സെറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 10 ദിവസത്തെ ഈ മോട്ടിവേഷൻ ക്ലാസ്സിൻ്റെ ഒരു കോഴ്സ് തന്നെ തരുന്നത്. നിങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെന്നുള്ള ആവശ്യകത ഉണ്ടാക്കണം. ഇപ്പോൾ ഈ 80 ദിവസം ക്ലാസ് കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയോ ബോധമുള്ള ആളുകൾക്ക് തിരിച്ചറിയും എനിക്ക് എക്സസൈസ് ആവശ്യമാണ്, എനിക്ക് എക്സസൈസ് ചെയ്തേ പറ്റൂ. ആ ഒരു മാനസികാവസ്ഥയ്ക്ക് വരും. ആദ്യം മനസ്സ് റെഡിയാവേണ്ടതുണ്ട്. കാരണം എക്സസൈസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മനസ്സ് റെഡിയാകണം. മനസ്സ് റെഡിയായെങ്കിൽ മാത്രമേ എന്തുള്ളൂ നമ്മളെ ശരീരം റെഡിയാവുള്ളൂ. കാരണം എക്സസൈസിന് മറ്റൊരു രീതി എന്ന് വെച്ചാൽ പൊതുവെ സാധാരണ ഉണ്ടാകാറുള്ളത് എക്സസൈസ് 2-3-4 മാസം ചെയ്യും, പിന്നെ അതെന്താ ഡ്രോപ്പ് ചെയ്യും, പിന്നെ അത് മടുക്കും, ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം എന്തെല്ലാം മനസ്സിലാക്കുക, എൻജോയ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പുകളും നമ്മൾ എക്സസൈസ് അറിഞ്ഞ് ചെയ്യുക. പിന്നെ എക്സസൈസിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇടയ്ക്ക് നോക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വേണം. വെയിറ്റ് ഇങ്ങനെ കുറഞ്ഞ് ഓരോ മാസം ഞാൻ പറയാറുണ്ട്, എല്ലാ മാസവും 1-2 തവണ വെയിറ്റ് ചെക്ക് ചെയ്യണം, പുസ്തകത്തിൽ എഴുതണം. അത് ഓരോ തവണ കുറഞ്ഞ് വരുമ്പോൾ കോൺഫിഡൻസ് കൂടും. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായി ഈ എക്സസൈസിൻ്റെ പ്രത്യേകത 75% മൈൻഡ് സെറ്റും ബാക്കി 25% എക്സസൈസ്. ഈ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നതാണ് എന്നെക്കൊണ്ട് കഴിയും. മൈൻഡ് സെറ്റ് പറഞ്ഞാൽ എന്നെക്കൊണ്ട് കഴിയും, എനിക്ക് എന്തായാലും വെയിറ്റ് കുറഞ്ഞാൽ പറ്റും, എനിക്ക് പ്രാവശ്യം വെയിറ്റ് കുറയണം, ആ ഒരു പ്രത്യേക ഒരു വാശിയിലേക്ക് മനസ്സ് മാറേണ്ടതുണ്ട്. ആ ചിന്തയിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഈ 10 ദിവസം ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കുക. എപ്പോഴാണ് നമുക്ക് മടുപ്പ് അനുഭവപ്പെടുന്ന വീണ്ടും ഈ ചാപ്റ്ററിൽ 1ാമത്തെ ചാപ്റ്റർ മുതൽ കണ്ടിന്യൂസ് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ജീവിതം ദുഃഖത്തിലുമാക്കാം. ഈ സന്തോഷം ജീവിതമൊക്കെ നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെല്ലാം സന്തോഷം ദുഃഖങ്ങളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ എപ്പോഴും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വരിക. നമുക്ക് ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും പല ദുഃഖങ്ങളും പല പ്രയാസങ്ങളും ജീവിതത്തിൽ വരാം. എന്നിരുന്നാലും എപ്പോഴും അത് എൻ്റെ ഒരു വിധിയാണ് വിചാരിച്ച് എന്ത് ചെയ്യുക, ഒരു പോസിറ്റീവ് കാണുക. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുക. അങ്ങനെ എന്ത് ചെയ്യാം, നമ്മൾ ദുഃഖങ്ങൾ ചിന്തിക്കരുത്, എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുക, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായി കാണുക, എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പഠിക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ്. ചില ആളുകൾക്ക് ഉണ്ടാകും നെഗറ്റീവ് മൈൻഡ് സെറ്റ്. എന്നെക്കൊണ്ട് കഴിയില്ല, അത് എന്നെക്കൊണ്ട് പറ്റിയ കാര്യമല്ല, ഞാൻ മെലിയാൻ പോകുന്നില്ല. അങ്ങനത്തെ ചില ആളുകൾ ഇപ്പോൾ എന്ത് കണ്ടാലും നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ടോ. ആ നെഗറ്റീവ് മാറ്റിയേ പറ്റൂ. നേരെ തിരിച്ചു പറയാം, എന്നെക്കൊണ്ടത് കഴിയും, എനിക്ക് മെലിയാൻ പറ്റും, എനിക്ക് മെലിയാൻ പറ്റും, ഞാൻ എന്തായാലും ഒരു 3-4 മാസം കൊണ്ട് ഞാൻ മെലിയും.
അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ഞാൻ നല്ലത് എനിക്കിഷ്ടമുള്ള വേഷം ധരിച്ച് ഞാൻ പുറത്തിറങ്ങും. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ എപ്പോഴും നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. നെഗറ്റീവ് മനുഷ്യരാണ്, നെഗറ്റീവ് സ്വാഭാവികമായിട്ട് മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. അത് സ്വാഭാവികമാണ്. അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എന്നും ഈ നെഗറ്റീവ് മനസ്സിൽ കൊണ്ടു നടക്കാൻ പാടില്ല. വരുന്ന നെഗറ്റീവ് തിരിച്ചറിഞ്ഞിട്ട് അത് നേരെ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് ലൈഫ് സന്തോഷമാക്കി മാറ്റുകയാണ് എല്ലാവരും വേണ്ടത്. പിന്നെ എക്സസൈസിന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൺസിസ്റ്റൻസി സ്ഥിരമായിട്ട് ചെയ്യുക. എക്സസൈസ് പ്രത്യേകത നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് കൂടുതൽ സ്റ്റെപ്പ് ചെയ്യാൻ നമ്മുടെ രീതി എന്താ, ഒരു ദിവസം എന്തായാലും 30-35 മിനിറ്റ് ചെയ്യുള്ളൂ. അത് മതി. ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി, ബാക്കി 2 ദിവസം റെസ്റ്റ് എടുത്തോ. ചെയ്യുന്നത് കൺസിസ്റ്റൻ്റായി ചെയ്യുക, മടുപ്പ് കൂടാതെ ചെയ്യുക. അടുത്ത ആഴ്ചയും പിറ്റത്തെ ആഴ്ചയും അടുത്ത മാസം കൺസിസ്റ്റൻ്റായി ചെയ്യുക. റിസൾട്ടിനെ കുറിച്ച് വേവലാതിപ്പെടരുത്. റിസൾട്ട് വരും, റിസൾട്ട് നിങ്ങളെ തേടി വരും. റിസൾട്ട് ചില ആളുകൾക്ക് ഒരു സമയത്ത് എടുത്തേ വരുള്ളൂ. പക്ഷെ എന്തെങ്കിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് കോച്ച് പറയുന്നത് പോലെ ഫുഡ് മാനേജ് ചെയ്തിട്ട് കോച്ച് പറയുന്നത് പോലെ കൺസിസ്റ്റൻ്റ് ഒരു ദിവസം 35 മിനിറ്റ് നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് റിസൾട്ട് നിങ്ങളെ തേടി വരും. വിശ്വസിക്കുക, നിർബന്ധമായി നിങ്ങൾ തേടി വരും. അല്ലാതെ വെറുതെ ചില ആളുകൾ ചില 1-2 ആഴ്ച എക്സസൈസ് ചെയ്യും, വെയിറ്റ് നോക്കും, അപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവും, അപ്പോൾ നിർത്തും. അത് ചെയ്യരുത്. കൺസിസ്റ്റൻ്റ് ചെയ്യുക നിർബന്ധമായി. ഇതൊരു വലിയ കല്ല് പൊട്ടിക്കുന്നത് പോലെ, ഒരു വലിയ കല്ലുണ്ട് വിചാരിച്ചോ, കല്ല് ഒരു ഹാമർ ഉപയോഗിച്ച് ഇങ്ങനെ മേടുക, ടക്ക് 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 അടിക്കണം. അതൊരു ദിവസം പൊട്ടും. ആ കല്ല് പൊട്ടിയേ പറ്റൂ. ആ ദിവസം വരെ കാത്തിരിക്കണം. അത് ഏത് കാര്യത്തിനും പ്രത്യേകത, ഏത് ജോലിയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഒരു സംരംഭമാണെങ്കിലും നിങ്ങളുടെ ഹെൽത്ത് ആണെങ്കിലും എല്ലാം ഇതിന് ബാധക. അപ്പം എന്ത് ചെയ്യാം, ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ചെയ്യുക. റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കണം. റിസൾട്ട് 100% വന്നിരിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറ്റൊന്ന് വെള്ളം നിർബന്ധമായിട്ട് കുടിക്കേണ്ടതുണ്ട്. ഒരു ദിവസം 15 ഗ്ലാസ്സെങ്കിലും വെള്ളം കുടിക്കണം. അപ്പോൾ 15 ഗ്ലാസ് വെള്ളം കുടിക്കുക, കൺഫ്യൂഷൻ. കുടിക്കാൻ പറ്റും, നിങ്ങൾ കുടിക്കാം. നമ്മൾ അകത്തേക്ക് ചെല്ലുന്ന ചായ കറിയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരും. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക ആദ്യം. അത് നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ 2-3 ഗ്ലാസ് വെള്ളം കുടിക്കുക. അത് ആദ്യത്തെ ഒരാഴ്ച കഴിയില്ല. ആദ്യത്തെ ഒരാഴ്ച 1 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക, പിന്നെ അടുത്ത ആഴ്ച 2 ഗ്ലാസ് ആക്കുക. ഒരു മാസം കഴിഞ്ഞോടുകൂടി നമുക്ക് എന്ത് ചെയ്യുക, രാവിലെ എഴുന്നേറ്റത്തോടു കൂടി ഒരു 3 ഗ്ലാസ് പച്ചവെള്ളം കുടിക്കുക. അത് നമ്മളെ ടോട്ടലി നമ്മളെ എന്ത് ചെയ്യുക, ആന്തരിക അവയവങ്ങളും ശുദ്ധീകരിക്കുകയും ചെയ്യും. പിന്നെ മലബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അത് എന്ത് ചെയ്യും, അത് മാറ്റിയെടുക്കും. അപ്പോൾ അത് രാവിലെ നല്ല രീതിയിൽ കുടിക്കുക. പിന്നെ വൈകുന്നേരം രാത്രി ഉറങ്ങുന്നത് വരെ ഒരു 10-15 ഗ്ലാസ് മീൻസ് 3 ലിറ്റർ വെള്ളം കുടിക്കണം. ഏറ്റവും ബെറ്റർ ഈ വാട്ടർ ബോട്ടിലുകൾ വാങ്ങാൻ കിട്ടും. നമ്മൾ എത്രയോ കാശ് ചിലവാക്കുന്ന ഒരു 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിക്കോ, വെള്ളം വീട്ടിൽ വെച്ചോ, അതിൻ്റെ എടുത്ത് കുടിക്കുക. നമുക്ക് ആരെയും കുടിക്കുന്ന അളവ് ഏകദേശം അറിയാൻ പറ്റും. ഒരു ദിവസം 10-15 ഗ്ലാസ് ഒരു 3 ലിറ്റർ വെള്ളം കുടിക്കണം. കൃത്യമായിട്ടും വെള്ളം കുടിച്ചെങ്കിൽ മാത്രമുള്ളൂ വെയിറ്റ് ലോസ് നിങ്ങളുടെ ശരീരത്തിലുണ്ട്. അങ്ങനെ വെയിറ്റ് ലോസ് എന്ന പ്രോസസ്സിന് നല്ല വെള്ളത്തിൻ്റെ ആവശ്യം. അപ്പോൾ ബോധപൂർവ്വം നല്ല രീതിയിൽ വെള്ളം കുടിക്കാം. പിന്നെ ഉറക്കം ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങിയിരിക്കണം. അത് രാത്രി തന്നെ ഉറങ്ങേണ്ടതുണ്ട്. അത് നമ്മൾ ഉറക്കത്തിന് കൃത്യമായി ഒരു സമയം നിശ്ചയിക്കുക. ഇന്ന സമയത്ത് ഉറങ്ങുക, ഇന്ന സമയത്ത് എഴുന്നേൽക്കുക. കൃത്യമായിട്ട് ടൈം ടേബിൾ, ഒരു ടൈമിംഗ് ഉറക്കത്തിന് വേണ്ടതുണ്ട്. അപ്പോൾ ഒരു ദിവസം 7 മണിക്കൂർ ഉറങ്ങുക. ഒരു കാരണവശാലും പകൽ ഉറങ്ങരുത്. പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ബോഡി വീണ്ടും ഡാമേജ് ചെയ്യാൻ സാധ്യത ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ രാത്രി ഉറങ്ങുന്ന രീതിയിലേക്ക് വരിക. പിന്നെ എക്സസൈസ് ഇപ്പോൾ നിങ്ങൾ 7 ദിവസം നല്ല രീതിയിൽ എക്സസൈസ് ചെയ്തപ്പോൾ തന്നെ ഉറക്കം നല്ല എൻജോയ് ചെയ്യുന്ന ആളുകൾക്ക് ഉറക്കത്തിൻ്റെ പാറ്റേൺ റെഡി ആകും. ഓക്കെ, ഇനി ഒരു 2 ആഴ്ച ചെയ്യുന്നതോടുകൂടി എക്സസൈസ് ഒരു 2 ആഴ്ച എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുന്നതോടുകൂടി എന്ത് ചെയ്യും, നിർബന്ധമായിട്ടും നിങ്ങളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ ശരിയായിട്ടുണ്ടായിരിക്കണം. ഈ എക്സസൈസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കം. അത് നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നതോടുകൂടി ഉറക്കത്തിൻ്റെ പാറ്റേൺ റെഡിയാവും ചെയ്യും. പിന്നെ വേണ്ടത് ആങ്സൈറ്റി, ടെൻഷൻ, ഈ മാനസിക സമ്മർദ്ദം. ഈ മാനസിക സമ്മർദ്ദം, ടെൻഷനൊക്കെ സ്വാഭാവികമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല അവസരങ്ങളിലും പല പ്രതിസന്ധികളും ഇത് വരാം. എന്നാൽ കൂടുതൽ നമുക്ക് ടെൻഷൻ അനുഭവിക്കുകയാണെങ്കിൽ, കൂടുതൽ നമുക്ക് നമ്മളെ കൺട്രോളില്ലാതെ ടെൻഷൻ വരികയാണ്, അപ്പോൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ, മറ്റു ഡോക്ടറല്ല, സൈക്കോളജി ഡോക്ടറല്ല, നിങ്ങളുടെ ഫാമിലി ഡോക്ടറെ തന്നെ നിർബന്ധമായിട്ട് കാണേണ്ടതുണ്ട്. ഡോക്ടറുടെ 1-2 ആഴ്ച ചെറിയ മരുന്ന് കഴിച്ച് റെഡി ആവുന്നതേ ഉള്ളൂ. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യുക, നമുക്കൊരു ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ആരോടെങ്കിലും ആ ടെൻഷൻ വരുന്ന സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഹോബി എന്തെങ്കിലും ചെയ്യുക, ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജസ്റ്റ് പുറത്തിറങ്ങുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പാടത്തൂടെ പറമ്പിലൂടെ ജസ്റ്റ് പ്രകൃതികളൊന്ന് സഞ്ചരിക്കുക. ഇങ്ങനെ ബോധപൂർവ്വം നമ്മളെ ടെൻഷൻ നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. ഈ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ടെൻഷനും ഉറക്കം തമ്മിൽ കണക്റ്റഡ് ആട്ടോ. നിങ്ങൾക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഉറക്കം വരില്ല.
ടെൻഷനും ഉറക്കം ഒരേ സമയം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ ഹോർമോണുകൾ ബാലൻസ് നഷ്ടപ്പെട്ട് പൊണത്തടിയിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യുക, എക്സസൈസ് ഇപ്പം 7 ദിവസം ചെയ്തു, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി ഉറക്കം റെഡിയാകും. ഉറക്കം റെഡിയാകുന്നതോടുകൂടി ഒരു പരിധി വരെ ടെൻഷനും റെഡിയാവും. അല്ലെങ്കിൽ ടെൻഷൻ റെഡിയാക്കേണ്ടതുണ്ട്. ടെൻഷൻ റെഡിയാക്കുമെന്ന് ഡോക്ടറെ കാണാം, അല്ലെങ്കിൽ നമ്മൾ സ്വയമായിട്ട് എന്ത് ചെയ്യുക, ഹോബി ഇടപെട്ടിട്ട് എന്ത് ചെയ്യുക, ടെൻഷനൊന്ന് റിലീസ് ചെയ്യുക. പിന്നെ കൂടുതൽ ടെൻഷനുള്ള ജോലികൾ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യുക, അതൊരു ബോധപൂർവ്വം എന്ത് ചെയ്യുക, അതിൽ ടെൻഷൻ കുറക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിനനുസൃതമായിട്ട് അതിന് ബാലൻസ് ചെയ്യുന്ന ഹോബിയിലെ സന്തോഷം കണ്ടെത്തുന്ന രീതിയിൽ കണ്ടെത്തേണ്ട ഒരു ജീവിതത്തിൽ. അപ്പോൾ ടെൻഷൻ നിർബന്ധം, അത്രേ ഉള്ളൂ. ടെൻഷൻ നിർബന്ധമായിട്ടും ബാലൻസ് ചെയ്യേണ്ടതാണ്. ഓവർ ടെൻഷൻ, ഓവർ സ്ട്രെസ്, ഓവർ എന്ത് ചെയ്യുക, അസ്വസ്ഥ അനുഭവപ്പെടുന്ന ഡോക്ടറെ കാണുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഹോബിയിലേക്ക് ജോലി കണ്ടെത്തുക, ഹോബി ചെയ്യാം. അപ്പോൾ ടെൻഷൻ നിർബന്ധമായിട്ട് ബാലൻസ് ചെയ്യണം. കൂടുതൽ ടെൻഷൻ അടിച്ചാൽ എന്ത് ചെയ്യും, ടെൻഷൻ അടിച്ചാൽ ഉറക്കം ബാലൻസ് ചെയ്യും. ടെൻഷനും ഉറക്കവും ബാലൻസ് ചെയ്യാൻ തടി കൂടും, ഹോർമോൺ ഇംബാലൻസ് വരും, തടി കൂടും. പിന്നെ ജീവിതത്തിൽ വ്യക്തമായ ഒരു ലക്ഷ്യം വെക്കേണ്ടതുണ്ട്. നമുക്കത് ലക്ഷ്യം ആദ്യത്തെ ഒരു മാസം ഒരു 3 കിലോ കുറയുക, എഴുതി വെക്കുക, 3 കിലോ കുറയുക. എന്നിട്ട് അടുത്ത മാസം ചെക്ക് ചെയ്യുക, അടുത്ത മാസം 2 കിലോ കുറയാന്ന് എഴുതി വെക്കണം. പിന്നത്തെ മാസം 2 കിലോ കുറയുക, പിന്നത്തെ മാസം ഒരു 1.5 കിലോ കുറയുക, പിന്നത്തെ മാസം 1.5 കിലോ കുറയുക, പിന്നെ 1 കിലോ, അങ്ങനെ കുറയുള്ളൂ. അല്ലാതെ ആദ്യത്തെ മാസം 10 കിലോ കുറയാൻ നടക്കാത്ത കാര്യം ഒരു കാര്യം എഴുതി വെക്കരുത്. 10 കിലോ ഒന്നും കുറക്കാൻ കഴിയില്ല, കുറക്കും വേണ്ട, ബോഡി ഡാമേജ് വരും. ആദ്യത്തെ മാസം 3 കിലോ, പിന്നെ ഒരു 2 കിലോ, പിന്നെ 2 കിലോ, പിന്നെ 1.5 കിലോ, പിന്നെ 1.5 കിലോ, പിന്നെ 1 കിലോ, അങ്ങനെ കുറഞ്ഞ ഒരു 5-6 മാസം കൊണ്ട് 10-15 കിലോ ഈസി ആയിട്ട് നിങ്ങൾക്ക് കുറക്കാൻ സാധിക്കും. ആ രീതിയിൽ വ്യക്തമായിട്ട് ഓരോരുത്തർ തടീൻ്റെ സൈസ് അനുസരിച്ച് എന്നാൽ ഒരു 60 കിലോ താഴെ ആളുകൾ പെട്ടെന്ന് വെയിറ്റ് കുറയില്ല, അതുവർക്ക് അധികം കുറയാനുണ്ടാവില്ല. 60 കിലോൻ്റെ താഴെ ആളുകൾ ചിലപ്പോൾ എത്ര കിലോ കുറക്കണം നടക്കാൻ പോകുന്നത് പെട്ടെന്ന് കുറയാൻ കഴിയില്ല. എന്നാൽ ഒരു 75-80 ഒരു 70-75 മുകളിലുള്ള ആളുകൾ പെട്ടെന്ന് കുറയാണ്ട് ആദ്യത്തെ മാസം ഒരു 3-4 കുറയാവും. അങ്ങനത്തെ രീതിയിലേക്കാണ് അത് എഴുതി വെക്കേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗോൾ വെക്കുക. പിന്നെ വേണ്ടത് നമുക്ക് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ കണ്ടെത്തുക. നമ്മളെ കളറിന്, നമ്മളെ രൂപത്തിന്, നമ്മളെ ഭാവത്തിന് ഇണങ്ങിയിട്ടുള്ള ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുക. അത് നമ്മളെ പാർട്ട്ണറോട് ചോദിച്ചറിയാം, നമ്മളെ സുഹൃത്തുക്കളോട് ചോദിച്ചറിയാം, അത് നമ്മൾ സ്വയം തിരിച്ചറിയാം. അത്തരത്തിലുള്ള ഡ്രസ്സുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിറത്തിനനുസരിച്ചുള്ള കളർ ഡ്രസ്സുകൾ ഉപയോഗിക്കുക. ചില അങ്ങനെ ഉണ്ടാവും, ചിലപ്പോൾ ഇരുണ്ട കളർ ആളുകൾക്ക് അതിനനുസരിച്ച് സൂട്ടുള്ള ഡ്രസ്സുകളുണ്ട്. അപ്പോൾ നിങ്ങളെ നിറത്തിനനുസരിച്ചുള്ള കളർ ഡ്രസ്സുകൾ തിരഞ്ഞെടുക്കുക. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടിയും ഒരു ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാം. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്നുണ്ട്, നിങ്ങളുടെ ബോഡിക്ക് സൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ മാത്രം ധരിക്കുക. സൂട്ടായിട്ടാത്ത ഡ്രസ്സ് ഒരു കാരണവശാലും ധരിക്കരുത്. പിന്നെ എപ്പോഴും യങ് മൈൻഡ്സിൽ ജീവിക്കുക. യങ് മൈൻഡ്സ്, അത് യങ് മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് 35, 45, 55, 60 എത്ര വയസ്സായിക്കോട്ടെ, നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വയസ്സോ. മനസ്സിനൊരിക്കലും വയസ്സാകാൻ അനുവദിക്കരുത്. മനസ്സോട് പറയാം, എനിക്ക് വയസ്സായിട്ടില്ല, ഞാൻ യങ് ആണ്, ഞാൻ ഇപ്പോഴും യങ് ആണ്, ഞാൻ ഇപ്പോഴും ബിലോ 20 ആണ്, ബിലോ 20 വയസ്സാണ് എൻ്റെ പ്രായം. എപ്പോഴും ആ രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും നമ്മൾ ചെറുപ്പക്കാരൻ്റെ പോലെ, ചെറുപ്പക്കാരിയെ പോലെ ചിന്തിക്കുക. എപ്പോഴും നമ്മൾ യങ് മൈൻഡ്സ് ചിന്തിക്കുക. എന്ത് ചെയ്യുക, നമ്മൾ മനസ്സോടെ കണ്ണ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് മനസ്സോട് പറയാം, ഞാൻ വളരെ യങ് ആണ്, ഞാനൊരു ചെറുപ്പക്കാരനാണ്, ഞാനൊരു ചെറുപ്പക്കാരിയാണ്, അങ്ങനത്തെ ആ രീതിയിൽ ഇങ്ങനെ മനസ്സോടെ മുന്നേ മന്ത്രിക്കുക. ഇതിങ്ങനെ ഘട്ടം ഘട്ടം ചെല്ലുന്നത് കൂടി എന്ത് ചെയ്യും, നമ്മൾ മനസ്സൊന്ന് യങ്ങായിട്ട് മാറും. അതോടുകൂടി നമ്മൾ യങ്സ്റ്റേഴ്സിൻ്റെ ഡ്രസ്സ് ഇടുക. നിങ്ങൾക്ക് 55, 60 എത്ര വയസ്സാണ് പോയി നമ്മളൊരു ചെറുപ്പക്കാരൻ്റെ ഡ്രസ്സ് ഇടുക, അല്ലെങ്കിൽ ചെറുപ്പക്കാരിയുടെ ഡ്രസ്സ് ഇടുക. അത്യാവശ്യം ചെറുപ്പക്കാരൻ്റെ ഹെയർ സ്റ്റൈൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരെ മനസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സ് യങ്ങാവും. അതോടെ തന്നെ നിങ്ങൾ അറിയാത്ത നിങ്ങളുടെ ശരീരവും വളരെ യങ് ആയിട്ട് വരും, ഒരു രീതിയിലേക്ക് മാറി വരും. അതൊരു വലിയ മാജിക്കൽ തിങ്കിങ് ആണ്, ഒരു മാജിക്കൽ മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരും. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് നിർത്തിയിട്ട് നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഒരു 2 മിനിറ്റ് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഞാൻ നേരെ ലൈവ് ക്ലാസ്സിൽ വരാം. ഓക്കെ.